പോവാം. താങ്കൾ കട്ട് ചെയ്തുള്ളൂ എന്നാൽ ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പോലീസുകാർക്ക് ഇടയിൽ തന്നെ ഇത്ര വലിയ കൊടും ക്രിമിനലുകൾ അവരിങ്ങനെ നിരന്തരം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ ദൗർബല്യമൊക്കെ മുതലാക്കി. ആ തട്ടിപ്പുകാരെ നേരത്തെ തിരിച്ചറിയാൻ നമ്മുടെ സേനയിൽ കഴിയാതെ പോകുന്നത് സേനയ്ക്കാകെ നാണക്കേടല്ലേ? നമസ്കാരം. ഈ രാഷ്ട്രീയ അടിമകൾക്ക് വേണ്ടി സമയം വേസ്റ്റാക്കരുത്. അങ്ങനെയല്ല ശ്രീ ബാലൻ, അത് ഓരോരുത്തരുടെയും അവർ പറയുന്നത് നമ്മൾ ഏത് രാഷ്ട്രീയത്തിന് അനുകൂലിച്ചു എന്നൊക്കെ പറയാൻ നമ്മൾ ആർക്കാലും അവസരം കൊടുക്കാറുണ്ട്. പക്ഷേ തെറ്റായ കാര്യങ്ങൾ നിരന്തരം ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. നമുക്ക് അത് ചില ബോധപൂർവമാണ് എന്നുള്ളതുകൊണ്ടാണ് തെറ്റാണെന്ന് പറയേണ്ടി വരുന്നത്. അല്ല, അതേ പറയാം, അതൊരു അടിമത്തുള്ള ഒരാളുകൾ ചെയ്തോട്ടെ, എല്ലാവർക്കും കമ്മിറ്റ്മെന്റ് ഉള്ളവരുണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഇതിപ്പോ രാത്രി 12 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അതേ ആഞ്ഞ് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 63,000-ഓളം വരുന്ന പോലീസിൽ ഒരു 10% ക്രിമിനലുകളാണെന്ന് സർക്കാർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രിമിനലുകൾ ഇവിടെ എങ്ങനെ വളരുന്നെന്ന് ചോദിച്ചാൽ പുതിയ പിള്ളേര് വരുന്ന വെച്ചാൽ അവർക്ക് ശരിക്കും രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ ഡിവൈഎസ്കാർ വരുന്നുണ്ട്, KSUകാർ വരുന്നുണ്ട്, ഇവരൊക്കെ പുതിയ പിള്ളേരായിട്ട് വരുന്നുണ്ട്. അവർ കൈ കിട്ടുന്നവരെ അത്യാവശ്യം വേണ്ട രീതിയിൽ അടിക്കാനും കുത്താനും തരം നോക്കി വരുവാനൊക്കെ നിൽക്കുന്നത്. അതിന് മേലുള്ള ഒരു വർഗ്ഗമാണ് ഈ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഈ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഇപ്പൊ മണ്ണ് മാഫിയ, മണല് മാഫിയ, കോറ് മാഫിയ, മദ്യ മാഫിയ, മയക്കുമരുന്ന് മാഫിയ, എല്ലാ തരത്തിലും ഒരു കണക്ഷൻ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നു, എല്ലാതരം വൃത്തികേടും കൂട്ടിക്കുന്നു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ സർക്കാർ ഇതിന്റെ നടപടി എടുക്കാത്തതിന്റെ മേലെ പോലീസ് അസോസിയേഷൻ എന്ന് വലിയൊരു വാള് തൂങ്ങി കിടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഭരിക്കുന്നവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും സർക്കാർ ഒരു പക്ഷേ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അവരെ ശരിക്കും പിരിച്ചുവിടണം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പിരിച്ചുവിട്ടുമ്പോൾ നമ്മൾ പറയുന്നത് സസ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ടുണ്ടാവും. എന്തിന് നമ്മുടെ ഈ അജിത് കുമാർ കണ്ട് പമ്പയിൽ നിന്ന് ട്രാക്ടറിൽ കയറിയിട്ടാണ് ഇവിടെ സന്നിധാനത്തേക്ക് പോയത്. അജിത് കുമാറിന് അറിയാം നിയമവിരുദ്ധാണെന്ന്. എന്നിട്ട് അത് വാർത്ത അയക്കുമ്പോൾ ആ ട്രാക്ടർ ഡ്രൈവറുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ മാല വെക്കണ പോലീസുകാര്, അല്ലെങ്കിൽ ഒഴി വെക്കണ പോലീസുകാര്, ആപ്പിൾ വെക്കണ പോലീസുകാര്, ഈ രീതിയിൽ കൂടെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ശരിക്കും രാഷ്ട്രീയ ഒരു SP ആണ് താഴെ തട്ടിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ പേരിൽ മെസ്സേജ് വെച്ചുകൊണ്ട് ഇപ്പൊ അടുത്തുണ്ടായൊരു സംഭവമാണ്. ഇപ്പൊ ഞാൻ അമല ഹോസ്പിറ്റലിന്റെ അവിടെ പോകുന്നതാണ്. അവർ പേരാമംഗലം പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒരു മേലുദ്യോഗസ്ഥന് വനിതാ ഒരു കോൺസ്റ്റബിളിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞ കേസ് കിടക്കുന്നത്. ഇതിലൊക്കെ കൂട്ടു നിൽക്കുന്നത് ഈ സംഘടനാ ബലത്തിന്റെ മുകളിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ സംഘടന ഇവർ ഈ സർക്കാരുകൾ ചെയ്യുന്നതിനെല്ലാം കൂട്ടു നിൽക്കുമ്പോൾ സംഘടനാ നേതാക്കന്മാരെ ഇവർ ഒന്നും ചെയ്യില്ല. പേരിന് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പുകമറ കഴിഞ്ഞ് ഇന്നത്തെ ന്യൂസിന്റെ ഈ ബഹളം കഴിഞ്ഞാൽ നാളെ തിരിച്ചെടുത്തുണ്ടാവും. ഇതാണ് നടക്കുന്നത്. ഇതൊന്നും ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ സംഘടനാ സ്വാധീനം കുറയാതെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടൽ ഒഴിവാക്കാത്തത് ഒന്നും ഞാൻ കഴിയില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബാലൻ. ശ്രീ തങ്കച്ചൻ